നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാസർഗോഡ് പ്രസ് ക്ലബ് ആതിഥേയത്വം വഹിക്കുന്ന സംസ്ഥാന ജേർണലിസ്റ്റ് വടംവലി മത്സരവും ഉത്തരമേഖലാ വടംവലി മത്സരവും 21-ന് നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ബദിയടുക്കയിൽ കഴിഞ്ഞ ദിവസം നടന്നത് അടുത്ത കാലത്തുണ്ടായതിൽ വെച്ച് ഏറ്റവും വലിയ MDMA വേട്ട. പ്രതികളിൽ നിന്നും പിടികൂടിയത് 107.09 ഗ്രാം MDMA. ആസ്പിറേഷണൽ ബ്ലോക്ക് പദ്ധതിയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച പരപ്പ ബ്ലോക്ക് പഞ്ചായത്തിന് അനുമോദനം. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. 9ാം തരം വിദ്യാർത്ഥി ഷെറിൻ ബോവിക്കാനം ഇംഗ്ലീഷ് ഭാഷയിൽ രചിച്ച ദ ബ്യൂട്ടി ഓഫ് സ്കാർസ് അനുഭവക്കുറിപ്പുകൾ ശ്രദ്ധേയമാകുന്നു. ഡോക്ടർ ഖാദർ മാങ്ങാട് പ്രകാശനം നിർവഹിച്ചു. സംസ്ഥാനത്തെ ആദ്യ ക്ഷീര കർഷക സംഗമവും ഹൈജീനിക് മിൽക്ക് കളക്ഷൻ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനവും മന്ത്രി ജെ ചിഞ്ചുറാണി നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. കാസർഗോഡ് പ്രസ് ക്ലബ് ആതിഥേയത്വം വഹിക്കുന്ന സംസ്ഥാന ജേർണലിസ്റ്റ് വടംവലി മത്സരവും ഉത്തരമേഖലാ വടംവലി മത്സരവും 21-ന് നടക്കും. കമ്പപ്പോര് 2K25 എന്ന പേരിൽ കാസർഗോഡ് പ്രസ് ക്ലബ് പരിസരത്ത് പ്രത്യേകം സജ്ജമാക്കിയ സ്ഥലത്താണ് മത്സരങ്ങൾ നടക്കുക. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മെയ് 21-ന് ബുധനാഴ്ച വൈകുന്നേരം 5 മണി മുതൽ കാസർഗോഡ് നഗരത്തിൽ കമ്പവലിപ്പൂരത്തിൻ്റെ ആവേശം നിറയും. കാസർഗോഡ് പ്രസ് ക്ലബ്ബ് ആതിഥേയത്വം വഹിക്കുന്ന സംസ്ഥാന ജേർണലിസ്റ്റ് വടംവലി ഉത്തരമേഖലാ വടംവലി മത്സരങ്ങൾ കാസർഗോഡിന് ആവേശവിരുന്നായി മാറും. കമ്പപ്പോര് 2K25 എന്ന് പേരിട്ടിരിക്കുന്ന കമ്പവലിപ്പൂരത്തിൽ സംസ്ഥാനത്തെ പ്രസ് ക്ലബ്ബുകൾക്ക് കീഴിലുള്ള മാധ്യമപ്രവർത്തകരുടെ ടീമുകൾ പങ്കെടുക്കും. യുവജന സംഘടനകളുടെയും കാസർഗോട്ടെ സാംസ്കാരിക സംഘടനകളുടെയും നേതൃത്വത്തിലുള്ള ടീമുകൾ ഉൾപ്പെടെ നിരവധി ടീമുകൾ ഉത്തരമേഖലാ വടംവലി മത്സരത്തിൽ പങ്കെടുക്കും. കാസർഗോഡ് പ്രസ് ക്ലബ്ബ് പരിസരത്ത് പ്രത്യേകം സജ്ജമാക്കിയ സ്ഥലത്താണ് മത്സരങ്ങൾ നടക്കുക. കമ്പവലി മത്സരത്തിൽ വിജയികളാകുന്ന ടീമുകൾക്ക് ട്രോഫികളും ക്യാഷ് അവാർഡുകളും നൽകും. ഏറ്റവും വിപുലമായ രീതിയിലുള്ള സൗകര്യങ്ങളാണ് മത്സരത്തിനായി ഒരുക്കിയിരിക്കുന്നതെന്നും കമ്പവലി പ്രേമികൾക്ക് മത്സരം വീക്ഷിക്കുന്നതിനായും മികച്ച സൗകര്യങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നതെന്നും സംഘാടകർ അറിയിച്ചു. 2 വിഭാഗത്തിലായാണ് ഇതിൻ്റെ മത്സരം നടക്കുന്നത്. ഒന്ന്, സംസ്ഥാനത്തെ പ്രസ് ക്ലബ്ബുകൾക്ക് കീഴിലുള്ള മാധ്യമപ്രവർത്തകരുടെ ടീം പങ്കെടുക്കുന്ന സംസ്ഥാന ജേർണലിസ്റ്റ് വടംവലി ചാമ്പ്യൻഷിപ്പ്. അതിൻ്റെ ഒപ്പം തന്നെ ഇത് കൂടുതൽ ജനകീയമാക്കുന്നതിന് വേണ്ടി കണ്ണൂർ കാസർഗോഡ് ജില്ലയിലെ പ്രമുഖ ക്ലബ്ബുകൾ അതോടൊപ്പം തന്നെ യുവജന സംഘടനകളെല്ലാം തന്നെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള മറ്റൊരു വിഭാഗത്തിലുള്ള മത്സരമാണ് സംഘടിപ്പിക്കുന്നത്. നമ്മുടെ കാസർഗോഡ് ജില്ലയുടെ വിവിധ മേഖലകളിൽ നിന്നുള്ള ആളുകളുടെ പ്രാതിനിധ്യം ഇതിൽ ഉറപ്പുവരുത്തുക എന്നൊരു ഉദ്ദേശം കൂടി ഈ വടംവലി ചാമ്പ്യൻഷിപ്പുമായി ബന്ധപ്പെട്ടുണ്ട്. കാസർഗോഡിൻ്റെ നഗരഹൃദയത്തിൽ പ്രസ് ക്ലബിനോട് ചേർന്നുകൊണ്ട് എല്ലാ മേഖലകളിൽ നിന്നുമുള്ള ആളുകളെ എത്തിച്ചുകൊണ്ട് ഒരു വലിയൊരു ഉത്സവമായി ഈ വടംവലി ചാമ്പ്യൻഷിപ്പ് മാറ്റുക എന്നൊരു ഉദ്ദേശം കൂടിയുണ്ട്. സെലിബ്രിറ്റികളുടെ ടീമും ജനപ്രതിനിധികളുടെ ടീമും തമ്മിലുള്ള സൗഹൃദ മത്സരത്തോടു കൂടിയായിരിക്കും കമ്പപ്പോര് ആരംഭിക്കുകയെന്നും സംഘാടകർ കൂട്ടിച്ചേർത്തു. പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് സിജു കണ്ണൻ, പ്രസ് ക്ലബ്ബ് സെക്രട്ടറി പ്രദീപ് നാരായണൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ബദിയടുക്കയിൽ കഴിഞ്ഞ ദിവസം നടന്നത് അടുത്ത കാലത്തുണ്ടായതിൽ വെച്ച് ഏറ്റവും വലിയ MDMA വേട്ട. 107.09 ഗ്രാം MDMA ആണ് പ്ലാവിൻചടിയിലെ മുഹമ്മദ് റഫീഖ്, മൂക്കമ്പാറയിലെ അലക്സ് ചാക്കോ എന്നിവരിൽ നിന്നായി പിടികൂടിയത്. ബദിയടുക്ക നാരമ്പാടി പ്ലാവിൻചടിയിലെ മുഹമ്മദ് റഫീഖ്, ബദിയടുക്ക മൂക്കമ്പാറയിലെ അലക്സ് ചാക്കോ എന്നിവരെയാണ് പോലീസ് ഞായറാഴ്ച രാവിലെ 107.090 ഗ്രാം MDMAയുമായി പിടികൂടിയത്. ലക്ഷക്കണക്കിന് രൂപ ഇതിന് വില വരുമെന്ന് പോലീസ് സൂചിപ്പിച്ചു. ജില്ലയിൽ അടുത്ത കാലത്ത് പിടികൂടുന്ന ഏറ്റവും വലിയ MDMA വേട്ടയാണിത്. ഇത് സംബന്ധിച്ച് അധികൃതർ കൂടുതൽ അന്വേഷണം തുടരുകയാണ്. സാധാരണ ഇടപാടുകാർക്ക് താങ്ങാനാവാത്ത വിലയുള്ള മരുന്നാണ് ഞായറാഴ്ച ബദിയടുക്കയിൽ പിടികൂടിയതെന്ന് നാട്ടുകാർ പറയുന്നു. ഭാരിച്ച പണം ചെലവഴിച്ച് മയക്കുമരുന്ന് വാങ്ങി സൂക്ഷിക്കാവുന്ന സാമ്പത്തിക പശ്ചാത്തലമുള്ളവരല്ല പിടിയിലായവരെന്നും സംസാരമുണ്ട്. ഇത് മയക്കുമരുന്ന് ഇടപാടിന് പിന്നിൽ വൻ മാഫിയ സജീവമായുണ്ടോ എന്ന സംശയം ബലപ്പെടുത്തുന്നതായി നാട്ടുകാർ പറയുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പരപ്പ ബ്ലോക്കിനെ പ്രധാനമന്ത്രിയുടെ ദേശീയ പുരസ്കാരത്തിന് അർഹമാക്കിയത് സമർപ്പണബോധവും ഉത്തരവാദിത്വ മനോഭാവവുമാണെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി.
നീതി ആയോഗിന്റെ ആസ്പിറേഷണൽ ബ്ലോക്ക് പദ്ധതിയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് പ്രധാനമന്ത്രിയുടെ മികച്ച പൊതുഭരണത്തിനുള്ള 2024 ദേശീയ പുരസ്കാരം നേടിയതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച അനുമോദന യോഗവും ജനകീയ ആഘോഷവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ബ്ലോക്കിലെ വികസന വിടവുകൾ കണ്ടെത്തി സമയബന്ധിതമായി ജനകീയ സഹകരണത്തോടെ നടപ്പിലാക്കിയ മികവുറ്റ പ്രവർത്തനങ്ങളാണ് ബ്ലോക്കിനെ അവാർഡിനർഹമാക്കിയതെന്നും ഈ അവാർഡ് നാടിനുള്ള ബഹുമതി കൂടിയാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. നാടിൻ്റെ പുരോഗതിയിൽ ജനകീയ സഹകരണത്തിൻ്റെ പ്രാധാന്യം വളരെ വലുതാണെന്നും ഈ അവാർഡിനായി പരിശ്രമിച്ച ഓരോരുത്തരും അഭിനന്ദനം അർഹിക്കുന്നുണ്ടെന്നും മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി കൂട്ടിച്ചേർത്തു. ഗ്രാമങ്ങളിൽ നിങ്ങൾ സ്വീകരിക്കുന്ന നടപടിക്രമങ്ങൾ നിങ്ങളുടെ ഭവിഷ്യത്തിന് ഈ ഭവിഷ്യത്തിന് ആത്മാർത്ഥത ഇതെല്ലാം കൂടി ചെയ്യുമ്പോഴാണ് ഒരു സമുദ്ധാന പ്രവർത്തനങ്ങളുടെ പ്രശോഭിതമായ പുരോഗതി തെളിഞ്ഞിരിക്കുന്നത്. അതാണ് പരപ്പയിൽ കാണുന്നത്. പരപ്പയിലെ സാധാരണ ജനങ്ങൾ 426 ആസ്പിറേഷൻ ബ്ലോക്കുകളിൽ നിന്നാണ് പൊതുഭരണ മികവിനുള്ള 1ാം സ്ഥാനം പരപ്പ ബ്ലോക്ക് നേടിയത്. ആരോഗ്യം, സാമൂഹികക്ഷേമം, കൃഷി, സംരംഭകത്വ വികസനം, ഗോത്രവർഗ മേഖലയിലെ ക്ഷേമ പ്രവർത്തനങ്ങൾ തുടങ്ങി വ്യത്യസ്ത മേഖലകളിലെ മികവാർന്ന പ്രവർത്തനങ്ങൾക്കാണ് പുരസ്കാരം. അവാർഡിനായി പരിഗണിച്ച 38 സൂചികകളിൽ 12 സൂചികകളിലും ബ്ലോക്കിന് 100% കൈവരിക്കുവാൻ കഴിഞ്ഞത് അഭിമാനകരമായ നേട്ടമാണെന്ന് ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ പറഞ്ഞു. ചടങ്ങിൽ പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ലക്ഷ്മി അധ്യക്ഷത വഹിച്ചു. പരിപാടിയുടെ ഭാഗമായി നിരവധി പേർ അണിനിരന്ന ഘോഷയാത്രയും നടന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ദേളി സാദിയ സ്കൂളിലെ 9ാം തരം വിദ്യാർത്ഥി ഷെറിൻ പൂവിക്കാനം ഇംഗ്ലീഷ് ഭാഷയിൽ രചിച്ച ദ ബ്യൂട്ടി ഓഫ് സ്കാർസ് അനുഭവക്കുറിപ്പുകൾ ശ്രദ്ധേയമാകുന്നു. സംസ്കൃതി കാസർഗോഡും ചെറുക്കള കുണ്ടടുക്കം ONV ലൈബ്രറിയുടെയും നേതൃത്വത്തിൽ പുലിക്കുന്ന് ജില്ലാ ലൈബ്രറി ഹാളിൽ പുസ്തക പ്രകാശനം സംഘടിപ്പിച്ചു. ഡോക്ടർ ഖാദർ മാങ്ങാട് പ്രകാശനം നിർവഹിച്ചു. ദേളി സഹദിയ സ്കൂളിലെ 9ാം തരം വിദ്യാർത്ഥി ഷെറിൻ ഭോവിക്കാനം ഇംഗ്ലീഷ് ഭാഷയിൽ രചിച്ച അനുഭവക്കുറിപ്പുകൾ ദ ബ്യൂട്ടി ഓഫ് സ്കാർസ് പ്രകാശനം നടന്നു. ഡോക്ടർ ഖാദർ മാങ്ങാട് AS മുഹമ്മദ് കുഞ്ഞിക്ക് നൽകിക്കൊണ്ട് പ്രകാശനം നിർവഹിച്ചു. So when society grew up, they had to find their means of livelihood. So they just got themselves a seat among the people of other places. And when their needs increased, as I told you earlier, they wanted a means of communication, a mode of communication with which they will be able to send their necessities or inform their necessities. That is how language evolved. But first time, language was not in the form of vocal or speech. It was in the form of body language. It was in the form of gestures. സംസ്കൃതി കാസർഗോഡും ചെറുക്കള കുണ്ടടുക്കം ONV ലൈബ്രറിയും ചേർന്ന് പുലിക്കുന്ന് ജില്ലാ ലൈബ്രറി ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സംസ്കൃതി പ്രസിഡന്റ് ബാലകൃഷ്ണൻ ചെറുക്കള അധ്യക്ഷത വഹിച്ചു. MC ഫ്രാൻസിസ് പുസ്തകം പരിചയപ്പെടുത്തി. അമീർ പള്ളിയാൻ ആമുഖ പ്രസംഗം നടത്തി. കുട്ടിയാനം മുഹമ്മദ് കുഞ്ഞി സ്വാഗതം പറഞ്ഞു. KB മുഹമ്മദ് കുഞ്ഞി, CL ഹമീദ്, ഷെരീഫ് കൊടവഞ്ചി, KV രവീന്ദ്രൻ, മുംതാസ് ടീച്ചർ, അഷ്റഫ് BA, ഹമീദ് ബദിയെടുക്ക, അഷ്റഫ് ബോവിക്കാനം തുടങ്ങിയവർ സംസാരിച്ചു. ഷെറിൻ മറുപടി പ്രസംഗം നടത്തി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ക്ഷീര കർഷകരെ സമൂഹത്തിൽ ഉയർന്ന നിലയിലേക്ക് എത്തിക്കുക എന്ന പ്രയത്നത്തിലാണ് സംസ്ഥാന സർക്കാരെന്ന് ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി. ഇടയിലേക്കാട് ക്ഷീര സഹകരണ സംഘത്തിന്റെ ഹൈജീനിക് മിൽക്ക് കളക്ഷൻ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനവും സംസ്ഥാനത്തെ ആദ്യ ക്ഷീര കർഷക സംഗമവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. മനുഷ്യർക്ക് ലഭിക്കുന്ന തരത്തിൽ തന്നെ മൃഗങ്ങൾക്കും ചികിത്സ ഉറപ്പുവരുത്തുന്നതിന് വീട്ടുമുറ്റത്ത് സേവനവും മരുന്നുകളും എത്തിക്കുന്ന സംവിധാനം തുടങ്ങിയിട്ടുണ്ടെന്നും മന്ത്രി ചിഞ്ചുറാണി പറഞ്ഞു. ശസ്ത്രക്രിയ വരെ നടത്തുന്ന ഉപകരണങ്ങളും ജീവനക്കാരുമായി വാഹനങ്ങളിലൂടെ കർഷകർക്കരികിലേക്ക് എത്തുകയാണ്. അന്യസംസ്ഥാനത്ത് നിന്നെത്തിക്കുന്ന ഉരുക്കളിൽ നിന്നും കുറേ രോഗങ്ങൾ നമ്മുടെ നാട്ടിലെ പശുക്കളിൽ വരുന്നുണ്ട്. അത്തരം ഉരുക്കളെ 14 ദിവസം ക്വാറന്റൈൻ ചെയ്യിപ്പിച്ച് മാത്രമേ ഒരുമിച്ച് ചേർക്കാവൂ. നാട്ടിൽ ഇതിന് പരിഹാരം ലക്ഷ്യമിട്ട് വിവിധ ജില്ലകളിൽ കിടാരി പാർക്കുകൾ തുടങ്ങിയിട്ടുണ്ട്.
ആദ്യഘട്ടത്തിൽ 30 എണ്ണത്തെ വളർത്തി വിൽപ്പന നടത്തുന്നതിനാണ് നടപടി കൈക്കൊള്ളുന്നത്. കർഷകരെ സഹായിക്കുവാൻ സർക്കാർ വിവിധ പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ അവ പ്രയോജനപ്പെടുത്തുവാൻ കർഷകരും സംഘങ്ങളും മുന്നോട്ട് വരണം. പശുക്കളെ വാങ്ങുവാൻ പലിശരഹിത വായ്പ നൽകുന്നുണ്ട്. അത് ഉപയോഗപ്പെടുത്തണമെന്നും പാൽ ഉൽപാദനം കൂട്ടുവാൻ എല്ലാ ഭാഗത്തു നിന്നും ശ്രമമുണ്ടാകണമെന്നും മന്ത്രി പറഞ്ഞു. ഇന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പത്തിൻ്റെ നല്ലൊരു ഭാഗം കാർഷിക മേഖലകളിലേക്കായും ഏറ്റവും ഉയർന്ന തരത്തിൽ പാലിലൂടെ നമ്മുടെ രാജ്യം സമ്പത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു എന്ന് പറഞ്ഞത് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ്. ലോകരാജ്യങ്ങളെടുത്താൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു രാജ്യം പാലുൽപാദന രംഗത്ത് ഇന്ത്യയാണ്. നമുക്കറിയാം, പാവപ്പെട്ട ക്ഷീരകർഷകർ അവർ പശുക്കളെ വളർത്തി ആ പാലിലൂടെ നമ്മുടെ രാജ്യം അറിയപ്പെടുക എന്ന് പറഞ്ഞാൽ വലിയ അഭിമാനമാണ്. ഇടയിലക്കാട് ക്ഷീര സഹകരണ സംഘം പരിസരത്ത് നടന്ന ചടങ്ങിൽ നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പരിധിയിൽ ക്ഷീരമേഖലയിൽ മികവ് തെളിയിച്ച കർഷകരെ ആദരിച്ചു. ക്ഷീര കർഷക സെമിനാറിൽ ഗുണമേന്മയുള്ള പാൽ ഉൽപാദനത്തിലൂടെ മെച്ചപ്പെട്ട വരുമാനം എന്ന വിഷയത്തിൽ കാഞ്ഞങ്ങാട് ക്ഷീരവികസന ഓഫീസർ PV മനോജ് കുമാറും കന്നുകാലികളിലെ രോഗങ്ങളും പരിഹാര മാർഗങ്ങളും എന്ന വിഷയത്തിൽ പടന്നക്കാട് കാർഷിക കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ വന്ദന മോഹനനും ക്ലാസ് എടുത്തു. പരിപാടിയിൽ നിരവധി പേർ സംസാരിച്ചു. നീലേശ്വരം ബ്ലോക്കിന് കീഴിലുള്ള 35 ക്ഷീര സഹകരണ സംഘങ്ങളിൽ നിന്നായി 450 പ്രതിനിധികൾ സെമിനാറിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ലോകത്തിന്റെ ഏത് കോണിലുമുള്ള തീവ്രവാദികളെ തകർക്കാൻ ഭാരത സർക്കാരും ഭാരതീയ സേനയും സജ്ജവും പ്രാപ്തരുമാണെന്ന് തെളിയിക്കുന്നതാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്. BJP പടന്ന പഞ്ചായത്ത് കമ്മിറ്റി ഓഫീസിനായി ഉദനൂരിൽ നിർമ്മിച്ച KG മാരാർ സ്മൃതി മന്ദിരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിദേശത്തേക്കുള്ള ഭാരത പ്രതിനിധി സംഘങ്ങളിൽ ഒന്നിൻ്റെ നേതൃത്വം ശശി തരൂരിനെ ഏൽപ്പിച്ചപ്പോൾ എതിർത്തത് അദ്ദേഹത്തിൻ്റെ മാതൃപാർട്ടിയായ കോൺഗ്രസ് എന്നും രാഷ്ട്രമല്ല രാഷ്ട്രീയമാണ് പ്രധാനമെന്നും കോൺഗ്രസിൻ്റെ നടപടി തെളിയിച്ചെന്നും PK കൃഷ്ണദാസ് പറഞ്ഞു. ഭാരതത്തിലെ പ്രതിപക്ഷ കക്ഷികൾക്ക് മാത്രമാണ് സൈനിക നടപടികളിൽ സംശയമുള്ളതെന്നും കൃഷ്ണദാസ് പറഞ്ഞു. ഈന്തപ്പഴത്തിൽ സ്വർണം കടത്തിയിട്ട് ഉണ്ടായ പണത്തിൽ നിന്നോ അല്ല ഈ ഉദയനൂരിൽ മാരാർജി മന്ദിരം ഉയർത്തപ്പെട്ടത്. മറിച്ച് ഈ പ്രദേശത്തെ ദേശാഭിമാനികളായ ആദർശശാലികളായ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരുടെ അവരുടെ വിയർപ്പിന്റെ രക്തത്തിന്റെ ഒരു ഭാഗം കൊണ്ടാണ് ഈ മാരാർജി മന്ദിരം ഇവിടെ പടുത്തുയർത്തിയത് എന്ന് അഭിമാനത്തോടു കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. മാരാർ സ്മൃതി മന്ദിരത്തിലെ സ്വാമി വിവേകാനന്ദന്റെ പൂർണ്ണകായ പ്രതിമ BJP ജില്ലാ പ്രസിഡന്റ് ML അശ്വിനി അനാച്ഛാദനം ചെയ്തു. മുൻകാല പ്രവർത്തകരെ ചടങ്ങിൽ ആദരിച്ചു. സ്വാഗത സംഘം ചെയർമാൻ K രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. BJP ജില്ലാ ജനറൽ സെക്രട്ടറി PR സുനിൽ, മുൻ ജില്ലാ ജനറൽ സെക്രട്ടറി A വേലായുധൻ, തൃക്കരിപ്പൂർ മണ്ഡലം പ്രസിഡന്റ് TV ഷിബിൻ, നീലേശ്വരം മണ്ഡലം പ്രസിഡന്റ് സാഗർ ചാത്തമത്ത്, സംസ്ഥാന കൗൺസിൽ അംഗം M ഭാസ്കരൻ, ജില്ലാ കമ്മിറ്റി അംഗം T കുഞ്ഞിരാമൻ, തൃക്കരിപ്പൂർ മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ K രമേശൻ, PP ശ്യാമപ്രസാദ്, പടന്ന പഞ്ചായത്ത് പ്രസിഡന്റ് CV പത്മരാജൻ, തൃക്കരിപ്പൂർ മണ്ഡലം ട്രഷറർ EV ഭാസ്കരൻ, നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ TM നാരായണൻ, പടന്ന പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി T അശോകൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. എയ്സർ ഫൗണ്ടേഷൻ സഹായഹസ്തം പരിപാടി സംഘടിപ്പിച്ചു. PTH ജില്ലാ ചെയർമാൻ PM മുനീർ ഹാജി ഉദ്ഘാടനം ചെയ്തു. വീൽ ചെയറുകളുടെ വിതരണവും നടത്തി. എയ്സർ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സഹായഹസ്തം പരിപാടി ശ്രദ്ധേയമായി. PTH ജില്ലാ ചെയർമാൻ PM മുനീർ ഹാജി പരിപാടി ഉദ്ഘാടനം ചെയ്തു. എയ്സർ ഫൗണ്ടേഷൻ ഫൗണ്ടർ ഡോക്ടർ മുഹമ്മദ് ഷാനിൽ അധ്യക്ഷത വഹിച്ചു. അമീർ ബാംഗ്ലൂർ വീൽ ചെയറുകളുടെ വിതരണം നടത്തി. മാഹിൻ കുന്നിൽ രാജേഷ്, മൂസ ബാസിത്ത്, KM ഇർഷാദ്, ജാബിർ കുന്നിൽ, മെഹ്മൂദ് ബള്ളൂർ തുടങ്ങിയവർ സംബന്ധിച്ചു. പ്രൊജക്ട് കോർഡിനേറ്റർ വസീം പുത്തൂർ സ്വാഗതവും നജ്മുന്നിസ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ബാലഗോകുലം ഉദുമ താലൂക്ക് വാർഷിക സമ്മേളനം കുന്നംകുഴിയിൽ നടന്നു. ശ്രീദേവി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി പ്രൊഫസർ ലതാ പ്രകാശ് റാവു വെള്ളൂറെടുക്ക പരിപാടി ഉദ്ഘാടനം ചെയ്തു. ബാലഗോകുലം ഉദുമ താലൂക്ക് വാർഷിക സമ്മേളനം കുണ്ടംകുഴി ഹരിശ്രീ വിദ്യാലയത്തിൽ നടന്നു.
ശ്രീദേവി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി പ്രൊഫസർ ലതാ പ്രകാശ് റാവു വെള്ളൂരെടുക്ക പരിപാടി ഉദ്ഘാടനം ചെയ്തു. സനാതന സാംസ്കാരിക മൂല്യങ്ങൾ സ്വജീവിതത്തിൽ പകർത്തുക വഴി ഉത്തമ പൗരന്മാരായി മാറുവാൻ സാധിക്കുമെന്നും ബാലഗോകുലം പ്രവർത്തനങ്ങൾ അതിന് സഹായിക്കുമെന്നും ലതാ പ്രകാശ് റാവു വെള്ളൂരെടുക്ക പറഞ്ഞു. റിട്ടയർഡ് ചിത്രകലാ അധ്യാപകൻ രാഘവൻ മാസ്റ്റർ ചൊട്ട അധ്യക്ഷത വഹിച്ചു. ബാലഗോകുലം ജില്ലാ റവന്യൂ ജില്ലാ അധികാരികൾ പങ്കെടുത്തു. രാമചന്ദ്രൻ കരിവേടകം സ്വാഗതവും താലൂക്ക് കാര്യദർശി രാമാനന്ദ കുണ്ടംകുഴി നന്ദിയും പറഞ്ഞു. പുതിയ ഭാരവാഹികളായി അധ്യക്ഷനായി നാരായണൻ വടക്കിനിയ, ഉപാധ്യക്ഷനായി ജയചന്ദ്രൻ കുണ്ടമ്പാറ, കാര്യദർശിയായി രാമചന്ദ്രൻ PM കുറ്റിക്കോൽ, സഹകാര്യദർശിയായി രതീഷ് PV ചാളക്കാൽ, രാമാനന്ദ കുണ്ടംകുഴി, ഖജാൻജിയായി ഗോപിനാഥൻ കുതിരക്കോട് എന്നിവരെ തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മദ്രസ കേന്ദ്രീകരിച്ച് ലഹരി വിരുദ്ധ ക്യാമ്പയിനും പ്രതിജ്ഞയും സംഘടിപ്പിച്ചു. കാസർഗോഡ് റേഞ്ച് തല ഉദ്ഘാടനം ബങ്കരക്കുന്ന് നുബ്ദത്തുൽ ഉലൂം മദ്രസയിൽ NA നെല്ലിക്കുന്ന് MLA നിർവഹിച്ചു. സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് ലഹരി വിരുദ്ധ സ്പെഷ്യൽ അസംബ്ലി കാസർഗോഡ് റേഞ്ച് തല ഉദ്ഘാടനം ബങ്കരക്കുന്ന് നുബ്ദത്തുൽ ഉലൂം മദ്രസയിൽ നടന്നു. NA നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം നിർവഹിച്ചു. കമ്മിറ്റി പ്രസിഡന്റ് മെഹ്മൂദ് ഹാജി അധ്യക്ഷത വഹിച്ചു. സദർ മുഅല്ലിം മെഹ്റൂഫ് മൗലവി സ്വാഗതം പറഞ്ഞു. ഹനീഫ് നെല്ലിക്കുന്ന്, അബ്ദു തൈവളപ്പ്, NA മുഹമ്മദ് ഹനീഫ്, ഷറഫുദ്ദീൻ, CA അബ്ദുൽ ഖാദർ, കബീർ ഓലത്തിരി, ഷുക്കൂർ അമാനി, അഷ്റഫ് അലി ദാരിമി, നൌഫൽ ഫൈസി, സ്വാദിഖ് ക്ലിപ്റ്റൺ, ഒമാൻ മുഹമ്മദ്, അസീം STU, നാസർ ബാരിപ്പൊടി, ഇക്ബാൽ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ആലൂർ കൾച്ചറൽ ക്ലബ് ലഹരി ബോധവൽക്കരണവും കരിയർ ഗൈഡൻസ് ക്ലാസും സംഘടിപ്പിച്ചു. മുളിയാർ പഞ്ചായത്ത് അംഗം രമേശ് മുതലപ്പാറ ഉദ്ഘാടനം ചെയ്തു. പുതിയ കാലത്തിന്റെ ഭീഷണിയായി മാറിയ ലഹരി എന്ന വിപത്തിനെതിരെ ആലൂർ കൾച്ചറൽ ക്ലബ്ബ് ലഹരി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ഇതോടൊപ്പം കരിയർ ഗൈഡൻസ് ക്ലാസും നടത്തി. മുളിയാർ പഞ്ചായത്ത് അംഗം രമേശ് മുതലപ്പാറ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളുടെ അഭിരുചിയനുസരിച്ച് ഏത് മേഖലയിലേക്ക് പോകണമെന്ന് കൃത്യമായ ദിശ നൽകി നിസാർ പെർവാഡ് കരിയർ ഗൈഡൻസ് ക്ലാസ്സിന് നേതൃത്വം നൽകി. 10ാം ക്ലാസ് ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ യോഗം അനുമോദിച്ചു. ക്ലബ്ബ് ഭാരവാഹികളായ ഷിഹാബ് മീത്തൽ, അഫ്രീദ് മൈക്കുഴി, ആലൂർ ജമാഅത്ത് സെക്രട്ടറി അബ്ദുൽ ഖാദർ മീത്തൽ, MGLC അധ്യാപിക നൗന ടീച്ചർ, ക്ലബ്ബ് മുൻ പ്രസിഡന്റ് ഉസ്മാൻ, പുനർജനി ക്ലബ്ബ് പ്രസിഡന്റ് അബ്ദുല്ല അപ്പോളോ തുടങ്ങിയവർ സംബന്ധിച്ചു. ക്ലബ്ബ് ജനറൽ സെക്രട്ടറി ഇസ്മായിൽ ആലൂർ സ്വാഗതവും വൈസ് പ്രസിഡന്റ് AT അപ്പു നന്ദിയും പറഞ്ഞു. പുതിയ കാലത്ത് ലഹരി എന്ന ചതിക്കുഴിയിൽ നമ്മുടെ വിദ്യാർത്ഥികൾ അകപ്പെടുന്നത് ശ്രദ്ധിക്കണമെന്ന് രക്ഷിതാക്കളോട് യോഗം ആവശ്യപ്പെട്ടു. വിവിധ പ്രവർത്തനങ്ങളിലൂടെ മുഴുവൻ നാട്ടുകാരെയും ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ ക്ലബിനോടൊപ്പം അണിനിരത്തുകയെന്നതാണ് ആലൂർ കൾച്ചറൽ ക്ലബിന്റെ ലക്ഷ്യം. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ബാങ്കോട് മദ്രസത്തുദ്ദീനിയ സീനത്ത് നഗർ വിദ്യാർത്ഥികളും അധ്യാപകരും കമ്മിറ്റി ഭാരവാഹികളും ലഹരി വിരുദ്ധ പ്രതിജ്ഞയെടുത്തു. ഇതോടൊപ്പം ഒപ്പുശേഖരണവും നടത്തി. സമസ്ത കേരള വിദ്യാഭ്യാസ ബോർഡ് ലഹരി വിരുദ്ധ ക്യാമ്പയിനിന്റെ ഭാഗമായി മദ്രസ വിദ്യാർത്ഥികൾ ലഹരി വിരുദ്ധ പ്രതിജ്ഞയെടുത്തു. ബാങ്കോട് മദ്രസത്തു ദീനിയ സീനത്ത് നഗർ വിദ്യാർത്ഥികളും ലഹരി വിരുദ്ധ ക്യാമ്പയിനിന്റെ ഭാഗമായി ലഹരി വിരുദ്ധ പ്രതിജ്ഞയെടുത്തു. വിദ്യാർത്ഥികൾക്കൊപ്പം അധ്യാപകരും കമ്മിറ്റി ഭാരവാഹികളും ലഹരി വിരുദ്ധ പ്രതിജ്ഞയെടുത്തു. മയക്കുമരുന്ന്, മദ്യം, പുകയില, പാൻ മസാല തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങൾ വ്യക്തികളെയും കുടുംബങ്ങളെയും ആരോഗ്യപരമായും സാമ്പത്തികപരമായും സാമൂഹികമായും സാംസ്കാരികമായും നശിപ്പിക്കുന്ന സാമൂഹിക വിപത്താണെന്നും തങ്ങൾ ഏതെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയോ അത് ഉപയോഗിക്കുവാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയോ ചെയ്യുകയില്ല എന്നും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത് തങ്ങളുടേതായ കടമകൾ നിറവേറ്റുമെന്നും ലഹരിമുക്ത സമൂഹത്തിനായി പ്രയത്നിക്കുമെന്നും വിദ്യാർത്ഥികളും അധ്യാപകരും കമ്മിറ്റി ഭാരവാഹികളും പ്രതിജ്ഞയെടുത്തു. ഇതോടൊപ്പം ഒപ്പ് ശേഖരണവും നടത്തി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ഉപ്പളയിൽ ഗോഡൌണിന്റെ പൂട്ട് തകർത്ത് ലക്ഷങ്ങൾ വിലയുള്ള ഇരുമ്പ് സാധനങ്ങൾ കടത്തിയയാളെ മഞ്ചേശ്വരം പോലീസ് പിടികൂടി. മംഗളൂരു കസബ ബങ്കര സ്വദേശി ന്യൂമാനാണ് അറസ്റ്റിലായത്. ഉപ്പളയിലെ വൈറ്റ് മാർട്ട് എന്ന സ്ഥാപനത്തിന്റെ ഗോഡൌണിൽ നിന്നും ഇരുമ്പ് റാഡുകളും പൈപ്പുകളും പിക്കപ്പ് വാനിൽ കടത്തിക്കൊണ്ടുപോയ സംഭവത്തിലാണ് ന്യൂമാനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ മംഗളൂരുവിലെ ഒരു കടയിൽ ഇവ വിൽപ്പന നടത്തിയതായി കണ്ടെത്തുകയും തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഇയാളെ കൈയോടെ പിടികൂടുകയുമായിരുന്നു. മഞ്ചേശ്വരം ഇൻസ്പെക്ടർ അനൂപ് കുമാർ, സബ് ഇൻസ്പെക്ടർമാരായ രതീഷ് ഗോപി, ഉമേഷ്, സിവിൽ പോലീസ് ഓഫീസർമാരായ രാജേഷ് കുമാർ, സജിത്ത്, വിജിൻ, രഘു, വന്ദന, പ്രശോഭ് എന്നിവരുൾപ്പെടുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത്.
ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മഞ്ചേശ്വരത്ത് ആരോഗ്യ ബോധവൽക്കരണ ക്യാമ്പയിനും കൂട്ടയോട്ടവും സംഘടിപ്പിച്ചു. ലോക ഹൈപ്പർ ടെൻഷൻ ഡേയുടെ ഭാഗമായാണ് ബോധവൽക്കരണ പരിപാടിയും കൂട്ടയോട്ടവും നടത്തിയത്. മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തിന്റെയും മഞ്ചേശ്വരം കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും ആഭിമുഖ്യത്തിൽ ലോക ഹൈപ്പർ ടെൻഷൻ ഡേയുടെ ഭാഗമായി ആരോഗ്യ ബോധവൽക്കരണ ക്യാമ്പയിനും കൂട്ടയോട്ടവും സംഘടിപ്പിച്ചു. ആരോഗ്യ ബോധവൽക്കരണ ക്യാമ്പയിൻ മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീൻ ലവീന മൊന്തേരോ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് കൂട്ടയോട്ടം നടന്നു. ഹൊസങ്കടി ജംഗ്ഷൻ മുതൽ മഞ്ചേശ്വരം വരെ നടത്തിയ കൂട്ടയോട്ടത്തിൽ നിരവധി പേർ പങ്കെടുത്തു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുഹമ്മദ് സിദ്ദിഖ് ഫ്ളാഗ് ഓഫ് ചെയ്തു. ആരോഗ്യ ബോധവൽക്കരണ ക്യാമ്പയിനിൽ ഹൈപ്പർ ടെൻഷൻ വിഷയം ആസ്പദമാക്കി മെഡിക്കൽ ഓഫീസർ ക്ലാസ് എടുത്തു. വ്യായാമം ശീലമാക്കൂ, ആരോഗ്യം സംരക്ഷിക്കൂ എന്ന ആപ്തവാക്യം അന്വർത്ഥമാക്കുവാൻ നടത്തിയ ഈ ബോധവൽക്കരണ പരിപാടിയിൽ സ്റ്റാഫുകൾ, ആശാപ്രവർത്തകർ എന്നിവരും പങ്കെടുത്തു. അബ്ദുൽ-റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. ബൈത്തു സക്കാത്ത് കേരളയും KS അബ്ദുള്ള ഹോസ്പിറ്റലും സംയുക്തമായി നടത്തുന്ന ചികിത്സാ സഹായ പദ്ധതിയുടെ ഉദ്ഘാടനം തളങ്കരയിൽ നടന്നു. നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം ഉദ്ഘാടനം നിർവഹിച്ചു. ബൈത്തു സക്കാത്ത് കേരളയും KS അബ്ദുള്ള ഹോസ്പിറ്റലും സംയുക്തമായി നടത്തുന്ന ചികിത്സാ സഹായ പദ്ധതിയുടെ ഉദ്ഘാടനം തളങ്കരയിലെ KS അബ്ദുള്ള ഓഡിറ്റോറിയത്തിൽ നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം നിർവഹിച്ചു. ബൈത്തു സക്കാത്ത് കേരള ചെയർമാൻ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് അധ്യക്ഷത വഹിച്ചു. KS അൻവർ സാദത്ത്, വാർഡ് കൗൺസിലർമാരായ സിദ്ദീഖ് ചക്കര, KM ഹനീഫ്, വെൽഫെയർ പാർട്ടി ജില്ലാ ജനറൽ സെക്രട്ടറി CA യൂസഫ്, ഡോക്ടർ ജമാൽ അഹമ്മദ്, മുഹമ്മദ് അബ്ദുൽ ഖാദർ ചെമ്പരിക്ക, എഞ്ചിനീയർ സലാഹുദ്ദീൻ, KI അബ്ദുൽ ലത്തീഫ് എന്നിവർ സംസാരിച്ചു. ചികിത്സാ പദ്ധതിയുടെ ധാരണാപത്രം ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് KS അബ്ദുള്ള ഹോസ്പിറ്റൽ ചെയർമാൻ KS അൻവർ സാദത്തിന് കൈമാറി. സയ്യിദ് ഉമർ സ്വാഗതവും PS അബ്ദുള്ള കുഞ്ഞി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാഞ്ഞങ്ങാട് പ്രസ് ഫോറം ജനറൽ ബോഡി യോഗം നടന്നു. കാഞ്ഞങ്ങാട് നഗരത്തിൽ ഫുട് ഓവർബ്രിഡ്ജ് സ്ഥാപിക്കണമെന്ന് യോഗം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. യോഗത്തിൽ വെച്ച് പുതിയ ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു. കാഞ്ഞങ്ങാട് നഗരത്തിൽ ഫുട് ഓവർ ബ്രിഡ്ജ് സ്ഥാപിക്കണമെന്ന് കാഞ്ഞങ്ങാട് പ്രസ് ഫോറം ജനറൽ ബോഡി യോഗം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. പ്രസിഡന്റ് TK നാരായണൻ അധ്യക്ഷനായി. പ്രവർത്തന റിപ്പോർട്ട് മുൻ പ്രസിഡന്റ് T മുഹമ്മദ് അസ്ലമിന് നൽകി പ്രകാശനം ചെയ്തു. പ്രസ് ഫോറം തിരിച്ചറിയൽ കാർഡ് പുതിയ മെമ്പർമാരായ സജോഷ് അടമ്പിൽ, TK പ്രഭാകരൻ എന്നിവർക്ക് നൽകി ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി ബാബു കോട്ടപ്പാറ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ ഫസ്ലൂർ റഹ്മാൻ വരവ് ചിലവ് കണക്കും അവതരിപ്പിച്ചു. വൈസ് പ്രസിഡന്റ് KS ഹരി പ്രമേയവും അവതരിപ്പിച്ചു. അനുശോചന പ്രമേയവും ഏറ്റവും കൂടുതൽ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തവർക്കുള്ള ഉപഹാരവും കേരള മീഡിയ അക്കാദമി ഫെലോഷിപ്പ് നേടിയ ചന്ദ്രിക റിപ്പോർട്ടർ ഫസ്ലൂർ റഹ്മാനുള്ള ഉപഹാരവും പ്രസിഡന്റ് TK നാരായണൻ സമ്മാനിച്ചു. T മുഹമ്മദ് അസ്ലം, M സുധിൽ, TV മോഹനൻ, മാനുവൽ കുറിച്ചിത്താനം, N ഗംഗാധരൻ എന്നിവർ സംസാരിച്ചു. 2025-27 വർഷത്തെ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. ഫസ്ലൂർ റഹ്മാനെ പ്രസിഡന്റായും ബാബു കോട്ടപ്പാറയെ സെക്രട്ടറിയായും TV മോഹനെ ട്രഷററായും തെരഞ്ഞെടുത്തു. സഹഭാരവാഹികളായി KS ഹരിയെ വൈസ് പ്രസിഡന്റായും KV ബൈജുവിനെ ജോയിന്റ് സെക്രട്ടറിയായും M സുധിലിനെ ഓഡിറ്ററായും തെരഞ്ഞെടുത്തു. TK നാരായണൻ, T മുഹമ്മദ് അസ്ലം, മാനുവൽ കുറിച്ചിത്താനം, ജോയി മാരൂർ, അനിൽ പുളിക്കാൽ എന്നിവരാണ് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. DYFI കാസർഗോഡ് ജില്ലാ പ്രവർത്തക യോഗം കാഞ്ഞങ്ങാട് മേലാങ്കോട്ട് ലയൺസ് ഹാളിൽ വെച്ച് നടന്നു. DYFI കേന്ദ്ര കമ്മിറ്റി അംഗം M ഷാജർ ഉദ്ഘാടനം ചെയ്തു. DYFI കാസർഗോഡ് ജില്ലാ പ്രവർത്തക യോഗം കാഞ്ഞങ്ങാട് മേലാങ്കോട്ട് ലയൺസ് ഹാളിൽ വെച്ചാണ് നടന്നത്. DYFI കേന്ദ്ര കമ്മിറ്റി അംഗം M ഷാജർ ഉദ്ഘാടനം ചെയ്തു. നമ്മളെ സംബന്ധിച്ച് രാജ്യത്തിന്റെ ഏത് ഭാഗത്തുള്ള DYFIക്കാരാണ് ഒരു വിഷയത്തിൽ അഭിപ്രായമായിരിക്കും. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, പലപ്പോഴും പല വിഷയങ്ങളിലും രാജ്യത്തുള്ള വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവർ ഓരോ സംസ്ഥാനത്തും അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തുന്നു. നമ്മുടെ രാജ്യത്തിന്റെ ഏത് പ്രദേശത്തായാലും നമ്മുടെ നേതൃത്വത്തിൽ ഒറ്റ അഭിപ്രായം ഉണ്ടാകാറുള്ളൂ. അത് ഉക്രൈൻ്റെ കാര്യത്തിലായാലും റഷ്യയുടെ കാര്യത്തിലായാലും ഇസ്രായേലിന്റെ കാര്യത്തിലായാലും പലസ്തീന്റെ കാര്യത്തിലായാലും പാകിസ്ഥാനായാലും ചൈനയായാലും നമുക്ക് ഒറ്റ അഭിപ്രായം രൂപപ്പെടണമെങ്കിൽ നമുക്ക് സംഘടനാപരമായി നമ്മുടെ സഖാക്കളെ രാഷ്ട്രീയവൽക്കരിക്കുന്ന കാര്യമാണ്. ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷാലു മാത്യു അധ്യക്ഷത വഹിച്ചു. ജില്ലാ ട്രഷറർ K സബീഷ്, ജില്ലാ ജോയിന്റ് സെക്രട്ടറി AV ശിവപ്രസാദ്, സാദിഖ് ചെറുഗോളി എന്നിവർ സംസാരിച്ചു.
ജില്ലാ സെക്രട്ടറി രജീഷ് വെള്ളാട്ട് സ്വാഗതം പറഞ്ഞു. പഠനോപകരണ വിതരണവും അനുമോദന സദസ്സും പഠനോത്സവം ജൂൺ 10 വരെയുള്ള തീയതികളിലും +2 കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് ഭാവി അക്കാദമിക് പ്രവർത്തനങ്ങളുടെ മുന്നൊരുക്കം എന്ന നിലയിൽ കരിയർ മാപ്പ് ജില്ലയിൽ സംഘടിപ്പിക്കും. യൂണിറ്റ് സമ്മേളനങ്ങൾക്ക് ജൂൺ ജൂലൈ മാസത്തിലും മേഖലാ സമ്മേളനങ്ങൾ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിലും ബ്ലോക്ക് സമ്മേളനങ്ങൾ ഒക്ടോബർ നവംബർ മാസത്തിലും നടക്കും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പുല്ലൂർ പെരിയ പഞ്ചായത്ത് 7-8 വാർഡ് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ വർഷത്തെ ഹജ്ജിന് പോകുന്ന ഹജ്ജാജിമാർക്ക് യാത്രയയപ്പ് നൽകി. പുല്ലൂർ പെരിയ പഞ്ചായത്ത് 7-8 വാർഡ് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഈ വർഷത്തെ ഹജ്ജിന് പോകുന്ന ഹജ്ജാജിമാർക്ക് യാത്രയയപ്പ് നൽകിയത്. പ്രസിഡന്റ് മുനീർ തുരുത്തിയുടെ അധ്യക്ഷതയിൽ ജില്ലാ ലീഗ് ട്രഷറർ PM മുനീർ ഹാജി ഉദ്ഘാടനം ചെയ്തു. റഹൂഫ് അഷ്റഫി പാറപ്പള്ളി പ്രാർത്ഥന നടത്തി. മുസ്തഫ പാറപ്പള്ളി, KMA റഹ്മാൻ, ഹമീദ് അമ്പലത്തറ, മനാഫ് കുണിയ, ഹമീദ് കുണിയ, KA റഹ്മാൻ, വനിതാ ലീഗ് പ്രസിഡന്റ് നസീറ ഉമ്മർ, സെക്രട്ടറി ആയിഷ നാസർ, പഞ്ചായത്ത് ട്രഷറർ നദീറ മുനീർ, ഷംലത്ത്, ബുഷ്ര റഫീഖ്, KK നാസർ, ഇബ്രാഹിം പാണത്തൂർ, ഹമീദ് TA എന്നിവർ സംസാരിച്ചു. സെക്രട്ടറി ഹസീനാർ കുണ്ടടുക്കം സ്വാഗതവും റഫീഖ് പാറപ്പള്ളി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് പ്രസ് ക്ലബ് ആതിഥേയത്വം വഹിക്കുന്ന സംസ്ഥാന ജേർണലിസ്റ്റ് വടംവലി മത്സരവും ഉത്തരമേഖലാ വടംവലി മത്സരവും 21-ന് നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ബദിയടുക്കയിൽ കഴിഞ്ഞ ദിവസം നടന്നത് അടുത്ത കാലത്തുണ്ടായതിൽ വെച്ച് ഏറ്റവും വലിയ MDMA വേട്ട. പ്രതികളിൽ നിന്നും പിടികൂടിയത് 107.09 ഗ്രാം MDMA. ആസ്പിറേഷണൽ ബ്ലോക്ക് പദ്ധതിയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച പരപ്പ ബ്ലോക്ക് പഞ്ചായത്തിന് അനുമോദനം. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. 9ാം തരം വിദ്യാർത്ഥി ഷെറിൻ ബോവിക്കാനം ഇംഗ്ലീഷ് ഭാഷയിൽ രചിച്ച ദ ബ്യൂട്ടി ഓഫ് സ്കാർസ് അനുഭവക്കുറിപ്പുകൾ ശ്രദ്ധേയമാകുന്നു. ഡോക്ടർ ഖാദർ മാങ്ങാട് പ്രകാശനം നിർവഹിച്ചു. സംസ്ഥാനത്തെ ആദ്യ ക്ഷീര കർഷക സംഗമവും ഹൈജീനിക് മിൽക്ക് കളക്ഷൻ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനവും മന്ത്രി ജെ ചിഞ്ചുറാണി നിർവഹിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.